ഇന്ന് നമ്മളെ കാസർഗോഡത്തെ സ്ഥിരം ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഷെയർ ചെയ്യുന്നത്. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് 1 കപ്പ് പച്ചരി കുതിർത്ത് കഴുകിയെടുത്ത് ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1 കപ്പ് 1/2 കപ്പ് ചോറും 1/2 കപ്പ് തേങ്ങയും പാകത്തിന് ഏകദേശം 1 കപ്പോളം വെള്ളവും പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. ഇതിലോട്ട് ഇനി വീണ്ടും ഏകദേശം 1/2 കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു പരുവം. ഇനി നമുക്ക് ചുട്ടെടുക്കാനായിട്ട് ഒരു പാൻ ചൂടാകുമ്പോൾ ഇതിലോട്ട് എണ്ണ ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കിയിട്ട് എന്നിട്ട് ഇതിലോട്ട് നേരെ പകുതിയോളം മാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മീഡിയം സൈസിൽ നമുക്ക് 2 കൽത്തപ്പം ഉണ്ടാക്കിയെടുക്കാം. ഇനി മൂടി വെച്ചിട്ട് ഫ്ലെയിം കുറച്ചിട്ട് ഇത് വേവിച്ചെടുക്കാം. ഒരു സൈഡ് കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്ക് ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കാം. മറ്റേ സൈഡും കൂടെ ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ് വരുമ്പോൾ നമുക്ക് മാറ്റാം. ഇനി ഇതിലേക്കുള്ള കറിക്ക് വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ 1 കപ്പ് ചിരകിയ തേങ്ങയും 2 വറ്റൽമുളക്, 1/2 ടീസ്പൂൺ മല്ലി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1-2 ടീസ്പൂൺ മാത്രം സവാള കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായി അരച്ചെടുത്തതാണ്. ഇനി ഇതിലോട്ട് ഒരു ഇച്ചിരി വെള്ളവും പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തിളക്കുമ്പോൾ ഇതുപോലെ 2-3 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി ഫ്ലെയിം കുറച്ചിട്ട് മൂടി വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള കൽത്തപ്പവും ഒരു മുട്ടക്കറിയുമാണ്. നല്ല ബെസ്റ്റ് കോംബോയാണ്. കാസർഗോഡ് ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും ഡിന്നർ ആണെങ്കിലൊക്കെ സ്ഥിരം ചെയ്യാറുള്ള കോംബോയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക.